നമ്മൾ ഇന്ന് പോകുന്നത് ടൂറിന് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ്. വാ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മളുടെ മക്കളുടെ കൂടെ ഇങ്ങനെയൊക്കെ ചില യാത്രകളൊക്കെ നടത്തണം. ദൂരെയൊന്നും വേണ്ടാന്നേ, നമ്മുടെ സമീപ പ്രദേശത്തൊക്കെ തന്നെ മതി. അവിടെ എന്തൊക്കെ കാഴ്ചകളാണെന്നറിയാമോ അവരെ കാത്തിരിക്കുന്നത്. അവർക്കൊപ്പം നമ്മളും കൂടി ചേരുമ്പോൾ നമ്മളുടെ സമീപ പ്രദേശങ്ങളിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഇവർക്ക് സാധിക്കും. നമ്മളും കൂടി അവർക്കൊപ്പം ചേരുമ്പോഴേ അവർക്കൊരു സംരക്ഷണവും കരുതലും ഒക്കെ കിട്ടുകയും ചെയ്യും. സ്കൂളും ട്യൂഷനും മദ്രസയും അങ്ങനെ മറ്റ് പരിപാടികളും ഒക്കെ ആയിട്ട് ബിസി ആകുന്ന അവരുടെ ലൈഫ് ഇത്തരം ചില യാത്രകൾ കൊണ്ടും ഒഴിവ് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അവരോടൊപ്പം പോകുന്നത് കൊണ്ടും അവരതൊക്കെ നന്നായി ആസ്വദിക്കുന്നേ. നമ്മളൊക്കെ നമ്മളുടെ കുട്ടിക്കാലം ഏതൊക്കെ രീതിയിലാണ് ആസ്വദിച്ച് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീടിൻ്റെ പുറകു സൈഡാണ്. അത്യാവശ്യം ഇവിടെ മൊത്തം കാടാണ്. ഇത്തരം യാത്രകളൊക്കെ നമ്മളുടെ പ്രകൃതിയെക്കുറിച്ചും അവിടെയുള്ള വിഭവങ്ങളെക്കുറിച്ചും നമ്മുടെ പരിസരത്ത് എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലുള്ളത് എന്നൊക്കെ അറിയുന്നതിനെക്കുറിച്ചും അത് മനസ്സിലാക്കുവാനും ഒക്കെ നമ്മളുടെ മക്കൾക്ക് ഇത്തരം യാത്രകൾ സഹായകമാകും. പക്ഷെ മറ്റൊരു അപകടം കൂടി ഇക്കാലത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ ധാരാളം ആസ്വദിച്ചിരിക്കുന്ന വെള്ളങ്ങളും വെള്ളക്കെട്ടുകളും ഒക്കെ ഇപ്പോൾ രോഗങ്ങളുടെ ഉറവിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇത്തരം യാത്രകളിൽ നമ്മളും കൂടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടും കുട്ടികൾക്ക് ഒരു സഹായകമാകും. ഈ നിൽക്കുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ട് നമ്മുടെ എന്താണ് തഴപ്പ ഒക്കെ മെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവർ മെൻഷൻ ചെയ്യുക. ഓക്കെ, അതിഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവരുടെ കളിയും ചിരിയും തമാശകളും ഒക്കെ കാണുമ്പോൾ നമ്മളും അറിയാതെ എല്ലാ ടെൻഷനുകളും മറന്ന് ഒരു ഫ്രീ മൈൻഡായി പോകും.
അയ്യോ അക്കർ നിൽക്കുന്ന അവിടെ അങ്ങനെ പറഞ്ഞോ മമ്മി ഇതെല്ലാം കണ്ട് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം അങ്ങനെ എത്തിയിരിക്കുകയാണ്. കുരി 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 കുരി. ഏതായാലും ഇവരോടൊപ്പം ചെലവഴിച്ച സമയം ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. ഏതായാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.